എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഉപ്പുമാങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായ കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനുവേണ്ടി ഉപ്പിലിട്ട മാങ്ങ വേണം. കഴിഞ്ഞ വർഷത്തെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചതാണിത്. അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 മതി, രണ്ടും ചെറുതാണ്. ഇതുകൂടാതെ 1 കപ്പ് തൈര്, അരമുറി തേങ്ങ, 3 പച്ചമുളക്, 1/4 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, എണ്ണ. ആദ്യം മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് നുറുക്കി വെച്ച ഉപ്പുമാങ്ങയും തേങ്ങയും പച്ചമുളകും ചേർത്ത് അരച്ചെടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടാം. കറി വെക്കണമെങ്കിൽ ആദ്യം ഈ കൂട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത ഉപ്പുമാങ്ങ തേങ്ങ കൂട്ടാണിത്. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ വേണം ചെയ്തെടുക്കാൻ. ഇതിലേക്ക് 1 കപ്പ് കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പതപ്പിച്ചെടുക്കാം. ഈ തൈരിലേക്ക് ഉപ്പുമാങ്ങയും തേങ്ങയും പച്ചമുളകും കൂടി അരച്ചെടുത്ത ആ കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് വെള്ളം പാർന്ന് കുലുക്കിയെടുത്തതാണിത്. അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈരും തേങ്ങാക്കൂട്ടും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറി നല്ലപോലെ വെട്ടിത്തിളക്കണം. തിളച്ച് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് കറി വാങ്ങി വെക്കാം. അങ്ങനെ നമ്മുടെ ഉപ്പുമാങ്ങ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പുമാങ്ങയുടെ മണവും എരിവും പുളിയും ചേർന്ന ഒരു കറിയാണിത്. നല്ല കുറുന്നനെയുള്ള കറി. ഉപ്പുമാങ്ങ തൈര് കറി കൂട്ടി ചോറ് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റിയായ ഒരു കറിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.